വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി മാറട്ടെ. ഇതിലൂടെ വലിയ ആത്മീയ വിട്ടുതലും അഭിഷേകവും നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ, തലമുറകളുടെ മേൽ കടന്നു വരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് മുൻപായി നമ്മുടെ ജീവിതമാകുന്ന, ഹൃദയമാകുന്ന വയലുകളെ നമുക്കൊരുക്കാം. വലിയ ദാഹത്തോടെ, വലിയ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഇവിടെ ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. മനസ്സിൻ്റെ ചിന്തകളുടെ എല്ലാ മേഖലകളിലേക്കും നീ കടന്നു വരണമേ. എല്ലാ അശുദ്ധിയിൽ നിന്നും വരെ വിട്ടുവയ്ക്കണമേ. പ്രിയ പരിശുദ്ധാത്മാവേ, ശക്തിയോടെ ഇവിടെ മേൽ ശക്തിയോടെ വ്യാപരിച്ച് ഇവിടെ അജ്ഞതകളെ എടുത്തു മാറ്റി ദൈവവചനം സ്വീകരിക്കുവാൻ, ഗ്രഹിക്കുവാൻ, അത് അനുസരിക്കാൻ തക്കവിധം ആത്മാവിൻ്റെ ശക്തിയും അഭിഷേകവും കൃപാവരങ്ങളും ഇവിടെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറഞ്ഞ അമ്മേ മാതാവേ, ഇവർക്കായി മധ്യസ്ഥം വഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന ചിന്താവിഷയം നമ്മുടെ മരണം എങ്ങനെ മുൻകൂട്ടി നമുക്ക് അറിയുവാൻ സാധിക്കും. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണിത്. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായത്.
എൻ്റെ മരണം എപ്പോൾ സംഭവിക്കും എന്ന്. എല്ലാവർക്കും ഒരു കാര്യം നിശ്ചയമുണ്ട്, എന്നായാലും ഞാൻ മരിക്കും, മരിച്ചേ പറ്റൂ. എന്നാൽ അത് എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും അറിയാൻ മേല. എന്നാൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഈ മരിക്കുന്നതിന് മുൻപ് ഒരു 5 മിനിറ്റോ 1 മിനിറ്റെങ്കിലും മുൻപ് ആ മരിക്കാൻ പോകുന്ന കാര്യം ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന്. കാരണം ഒരു വിശ്വാസ പ്രമാണമെങ്കിലും ചെല്ലാമല്ലോ, ഒരു മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥനയെല്ലാമല്ലോ. ആ സമയത്തെങ്കിലും പിണങ്ങിയിരിക്കുന്നവരോടൊന്ന് രമ്യതപ്പെടാമല്ലോ, ഒരു അന്തികൂദാശയെങ്കിലും സ്വീകരിക്കണ്ടേ. അത് ആഗ്രഹിച്ചു പോകുന്ന അനേക വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. എന്നാൽ എല്ലാവർക്കും ഒന്നറിയാം, ആ സമയം നമുക്കറിയാൻ മേലെന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ബൈബിളിലുള്ള അനേക വ്യക്തികൾക്ക് ദൈവം ഇവ മുൻകൂട്ടി വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അബ്രഹാത്തിന്, മോശയ്ക്ക്, ഏലിയാവിന്, വിശുദ്ധ പൗലോസ്ലിയായിക്ക്, പത്രോസ്ലിയായിക്ക്, സഭ പ്രഖ്യാപിച്ചിട്ടുള്ള അനേകം വിശുദ്ധന്മാരുടെയൊക്കെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുൻപേ മരണസമയം ഒക്കെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ദൈവം അത് ഇന്നും വെളിപ്പെടുത്തി തരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തു ചെയ്യണം? ബൈബിളിൽ യെശയ്യായുടെ പുസ്തകത്തിൽ ഒരു സംഭവം അവിടെ വിവരിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ രോഗിയായി മരിക്കാറായി കിടക്കുന്ന യെസക്കിയേലിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അവരുടെ മരണസമയമായി, രോഗം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു രോഗി സന്ദർശനം ഈ യെശയ്യ അവിടെ നടത്തുകയാണ്. രോഗിയെ ചെന്ന് കണ്ട ഈ യെശയ്യ പ്രവാചകൻ എന്താ പറയുന്നത്? നീ എത്രയും വേഗം നിന്റെ ഭവനം ക്രമീകരിക്കുക, നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല. ഈ വാർത്തയാണ് അവനെ അറിയിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു പ്രവാചകനെ ഇവിടെ കാണിച്ചു തരികയാണ്. ദൈവ നിയോഗത്താൽ കടന്നു വന്ന ഈ പ്രവാചകൻ യെസക്കിയേലിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം നീ ക്രമീകരിക്കുക, നീ മരിക്കും, നിനക്ക് സൗഖ്യം കിട്ടുകയില്ല. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, ദൈവത്തിന് ഇന്ന് നിങ്ങളോടൊരു കാര്യം പറയുവാനുണ്ട്. നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ ക്രമീകരിക്കുക, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ ക്രമീകരിക്കുക. നിങ്ങൾക്ക് ഡിസോർഡറായ ഒരു ജീവിതമാണ് ഉള്ളത്, ഭക്തിരഹിതമായ ഒരു ജീവിതമാണോ നിങ്ങൾക്കുള്ളത്? കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥയാണോ നിങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്? തോന്നുമ്പോൾ എഴുന്നേൽക്കും, തോന്നുമ്പോൾ പോകും, തോന്നുന്ന സമയത്ത് പ്രാർത്ഥിക്കും, തോന്നുന്ന സമയത്ത് കിടക്കുന്നു. തന്നിഷ്ടം പോലെയാണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവം ആഗ്രഹിക്കാത്ത പല പ്രവൃത്തികളും നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നുണ്ടോ? ഇന്ന് ദൈവമായ കർത്താവ് ഇന്ന് സംസാരിക്കുകയാണ്, നിന്റെ ഭവനത്തെ നിങ്ങൾ ക്രമീകരിക്കുക എന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉള്ളതുപോലെ പറയുക, നീ മരിക്കും, നീ സൗഖ്യം പ്രാപിക്കുകയില്ല. പ്രിയമുള്ളവരെ, പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് ഇതാ. തൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തികളെ സുഖിപ്പിക്കുവാൻ, സന്തോഷിപ്പിക്കുവാൻ,
അവനെ വേദനിപ്പിക്കാത്ത വിധത്തിൽ സംസാരിക്കുന്ന വാക്കുകളോ പ്രവചനങ്ങളോ സന്ദേശമോ അല്ല ഒരു പ്രവാചകനിൽ നിന്നുണ്ടാകേണ്ടത്. ഒരു പ്രവാചകൻ എപ്പോഴും ദൈവം എന്താണോ ഈ ജനത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത് അത് മുഖം നോട്ടമില്ലാതെ സംസാരിക്കുന്നവനാണ് പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളും അപ്രകാരമായിരിക്കണം. ഈ ശബ്ദം കേട്ട ഈ കർത്താവിൻ്റെ ശബ്ദം പ്രവാചകനിലൂടെ കേട്ട ഈ എസക്കിയേൽ, പ്രിയമുള്ളവരെ, അവിടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങേക്ക് പ്രീതികരമായത് എപ്പോഴും ഞാൻ അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ. അപ്പോൾ എസക്കിയേൽ എന്താ ദൈവത്തോട് പ്രാർത്ഥിച്ചത്? തൻ്റെ കഴിഞ്ഞ കാല ജീവിതങ്ങളിൽ ഞാൻ ദൈവമുമ്പാകെ എങ്ങനെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ കുറ്റമറ്റവനായി വ്യാപരിച്ചു, ആ ജീവിത സാക്ഷ്യം ദൈവത്തിൻ്റെ മുൻപിൽ അവതരിപ്പിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാ, നീ എൻ്റെ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കണമേ എന്ന്. അതായിരുന്നു അവൻ്റെ പ്രാർത്ഥന. അതിനകത്തെ 1-2 കാര്യങ്ങൾ എന്താണ് വചനം പറയുന്നത്? ദൈവമേ, അങ്ങയുടെ മുൻപിൽ ഞാൻ വിശ്വസ്തതയോടെ, അങ്ങയുടെ മുൻപിൽ ഞാൻ വിശ്വസ്തതയോടെ പൂർണ്ണ ഹൃദയത്തോടെ എങ്ങനെ വ്യാപരിച്ചു എന്ന് അങ്ങ് ഓർക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുൻപിൽ ഒരു വിശ്വസ്തനായിരിക്കുക എന്നുള്ളത് അതിപ്രധാനമായ ഒരു കാര്യമാണ്. നാട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കാം. ദൈവത്തിൻ്റെ മുൻപിലോ? ദൈവത്തിൻ്റെ മുൻപിൽ നിനക്ക് കുറ്റമറ്റവനായ ജീവിതം നയിക്കുവാൻ സാധിക്കുമോ? എന്നാൽ ബൈബിൾ പറയുന്നു സാധിക്കുമെന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കുറ്റമറ്റ ജീവിതം ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് നയിക്കുവാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, നാട്ടുകാരുടെ മുമ്പിൽ നല്ലവനാകാൻ നമുക്ക് പറ്റും. വീട്ടുകാരുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, പള്ളിക്കാരുടെ മുമ്പിൽ, സ്നേഹിതരുടെ മുൻപിൽ പാപത്തെ മറച്ചു വെച്ച് ഒരു മുഖം മൂടി ധരിച്ച് നല്ല ഒരു വ്യക്തിയെ പോലെ അഭിനയിക്കാനും പ്രകടനം നടത്താനും നമുക്കെല്ലാവർക്കും സാധിക്കും. നല്ലവനെന്ന പേര് സമ്പാദിക്കാൻ, നല്ല നല്ല പ്രവർത്തികൾ ഒത്തിരി ചെയ്യാൻ നമ്മൾ മത്സരിക്കാറുണ്ട്. അത് ചെയ്യുമ്പോഴും ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ നല്ലവനാണോ? ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ വിശ്വസ്തനാണോ? ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ കുറ്റമറ്റ ഒരു ജീവിതമാണോ നിങ്ങൾ നയിക്കുന്നത്? ഹല്ലേലൂയ. നമ്മളിപ്പോൾ എവിടെ ഏത് സ്ഥാപനത്തിൽ ചെന്നാലും, പൊതുസ്ഥലങ്ങളിൽ ചെന്നാലും അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്ന ബോർഡ് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ CCTV ക്യാമറയുടെ വെളിച്ചത്തിലാണ്, നിരീക്ഷണത്തിലാണ് എന്ന്. CCTV ക്യാമറയുടെ നിരീക്ഷണത്തിലാണെന്നുള്ള ബോർഡ് കണ്ടാൽ ഉടനെ നമ്മളിങ്ങനെ നോക്കും, എവിടെയാ. കണ്ടു കഴിഞ്ഞാൽ ഒട്ടനെ പിന്നെ പുലി പോലെ വന്നവൻ പിന്നെ എലിയെപ്പോലെയോ പൂച്ചയെപ്പോലെയോ ഒന്ന് പരുങ്ങും. പിന്നെ നമ്മൾ നമ്മുടെ നടപ്പ്, ഇരിപ്പ്, നോട്ടം, സംസാരം, ഇടപെടൽ എല്ലാം ഒരു ഒതുക്കമുള്ളതായിരിക്കും അല്ലേ? മറ്റുള്ളവർ കണ്ടാൽ ഒരു കുഴപ്പമില്ലാത്ത വിധത്തിലുള്ളതായിരിക്കും. ക്യാമറയുടെ വെളിച്ചത്തിൽ നിന്ന് മാറിക്ക് വീണ്ടും നമ്മുടെ പഴയ സ്വഭാവം പുറത്തോട്ട് വരും. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള സഹോദര, സഹോദരി, പ്രിയമുള്ളവരെ, ലോകത്തിലുള്ള കോടിക്കണക്കിന് വരുന്ന മുഴുവൻ ജനത്തെയും അവൻ എവിടെ ഒളിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിലും
അവൻ ചെയ്യുന്ന സകല പ്രവർത്തികളെയും അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ പോലും ഒപ്പിയെടുക്കുന്ന ക്യാമറയാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ. ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ, അവൻ്റെ കണ്ണുകൾക്ക് മുൻപിൽ, അവൻ്റെ നോട്ടത്തിന് മുൻപിൽ കുറ്റമറ്റ ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾ എത്രയോ ജാഗ്രതയോടെ, തീഷ്ണതയോടെ താല്പര്യം കാണിക്കേണ്ടവരാ നമ്മൾ. എസെക്കിയേൽ പറയുക, നിന്റെ മുമ്പിൽ ഞാനൊരു കുറ്റമറ്റ ജീവിതം നയിച്ചില്ലേ, വിശ്വസ്തയോടെ ഞാൻ ജീവിച്ചില്ലേ. നിങ്ങൾക്ക് ഇത് പറയുവാൻ ഉണ്ടോ ദൈവത്തിൻ്റെ മുൻപിൽ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വീണ്ടും എസെക്കിയേൽ പറയുക, എപ്പോഴും അങ്ങേക്ക് പ്രീതികരമായത് മാത്രം ഞാൻ ചെയ്തു പോന്നില്ലേ. ഇതെന്തോ എന്തൊരു പ്രാർത്ഥനയായത്, എന്തൊരു സാക്ഷ്യമായത്. എപ്പോഴും അങ്ങേക്ക് പ്രീതികരമായത് മാത്രം ഞാൻ ചെയ്തു പോന്നില്ലേ. പ്രിയമുള്ളവരെ, പള്ളിയിലായിരിക്കുമ്പോൾ, പ്രാർത്ഥന സ്ഥലത്തായിരിക്കുമ്പോൾ, കൺവെൻഷൻ ഗ്രൗണ്ടിലായിരിക്കുമ്പോൾ, മറ്റുള്ളവരോട് കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നല്ലത് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കും. എന്നാൽ കൂട്ടം വിട്ട് ഞാൻ തനിച്ചായിരിക്കുമ്പോൾ, ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ, ആ സമയത്ത് നമുക്ക് നന്മ പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് പ്രീതികരമായത് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? സാധിക്കാതെ വന്നിട്ടുണ്ടോ? വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ? എസെക്കിയേൽ തൻ്റെ സാക്ഷ്യം പറയുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൻ്റെ മുൻപിൽ ജീവിച്ച തൻ്റെ ജീവിത സാക്ഷ്യം ദൈവത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കുക ചെയ്തത്. അതായിരുന്നു അവൻ്റെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, എന്തുകൊണ്ടാണ് അവൻ്റെ മരണത്തെ ദൈവം മുൻകൂട്ടി പ്രവാചകൻ വഴി അറിയിച്ചത്? അവന് ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു, ദൈവവുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. ദൈവവും അവനും തമ്മിൽ ഒരു അകലിച്ചയില്ലായിരുന്നു. അവർ തമ്മിൽ വലിയൊരു ബന്ധം ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് യാത്ര ചെയ്തവരായിരുന്നു. ദൈവത്തിൻ്റെ മുൻപിൽ കുറ്റമറ്റ ജീവിതം, എപ്പോഴും ദൈവം 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 എന്നുള്ള കാഴ്ചപ്പാടിൽ ജീവിച്ചവനായിരുന്നു എസെക്കിയേൽ. ആയതുകൊണ്ട് അവൻ്റെ മരണത്തെ ദൈവം മുൻകൂട്ടി അറിയിക്കുവാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമോസിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്, എൻ്റെ പ്രവാചകന്മാർക്ക്, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രവാചകന്മാരോട് മുൻകൂട്ടി അറിയിക്കാതെ അവിടുന്ന് ഒരു കാര്യവും ചെയ്യുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പ് വേണോ? നിങ്ങൾക്ക് ഒരുങ്ങാൻ, നിങ്ങളുടെ കുടുംബം ക്രമീകരിക്കാൻ, നിങ്ങളുടെ ജീവിതത്തെ കുറെ കൂടെ ക്രമീകരിക്കാൻ വേണോ? എന്ത് ചെയ്യണം? നീയും ദൈവവുമായിട്ടുള്ള നല്ല അഭേദ്യമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വരിക. അങ്ങനൊരു ബന്ധമുള്ള ജീവിതം ഇപ്പോൾ തന്നെ ഈ ലോകത്തിൽ ആ ജീവിതം നയിക്കാൻ തയ്യാറാകണം. ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചാൽ പോരാ, ആണ്ട് ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ പോരാ. പിന്നെയോ എന്നും എവരി ടൈം, എപ്പോഴും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ഒരു വിശുദ്ധ പിതാവ് പുത്ര ബന്ധത്തിൽ ഒരു ജീവിതം നയിക്കുമ്പോഴാണ്, അങ്ങനൊരു ജീവിത സാക്ഷ്യമുള്ളപ്പോഴാണ് നമുക്ക് അത് ദൈവത്തിനു മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഹല്ലേലൂയ. പ്രവാചകനിൽ നിന്ന് ഈ ശബ്ദം കേട്ട എസെക്കിയേൽ ഈ തൻ്റെ ജീവിത സാക്ഷ്യം ദൈവത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇതാ ആ കട്ടിലേന്ന് മുഖം തിരിച്ച് ഭിത്തിയോട്
ഭിത്തിയോട് തല ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ കരയുകയാണ്. ഈ കരച്ചിൽ കേട്ട ദൈവം യെശയ്യായോട് പറയുക, നീ ചെന്ന് എസെക്കിയേലിനോട് പ്രവചിക്കുക. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചിരിക്കുന്നു. ഇതാ നിന്റെ ആയുസ് 15 വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും. നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു, നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചിരിക്കുന്നു, കണ്ടിരിക്കുന്നു. ആയതിനാൽ 15 വർഷം കൂടി നിനക്ക് ദീർഘായുസ് ഞാൻ തന്നിരിക്കുക, എഴുതി തന്നിരിക്കുക. ഹല്ലേലൂയ. ദൈവം നിശ്ചയിച്ച മരണം, ദൈവം നിശ്ചയിച്ച മരണ സമയത്തെ ദൈവം ഈ എസെക്കിയേലിന് വേണ്ടി നീട്ടിക്കൊടുത്തിരിക്കുക 15 വർഷം കൂടി. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ആവശ്യമാണോ? ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവരാണോ നിങ്ങൾ? മരണത്തോട് മല്ലടിക്കുന്നവരാണോ? നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ആരെങ്കിലും എപ്പം വേണമെങ്കിലും മരിക്കാം എന്നുള്ള അവസ്ഥയിലാണോ കഴിയുന്നത്? നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? ഒരു 5 വർഷം കൂടെ, 10 വർഷം കൂടെ, 15 വർഷം കൂടി ദീർഘായുസ് വേണോ? എന്താ ചെയ്യേണ്ടത്? കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, കണ്ണുനീര് ദൈവം കാണും. ദൈവം നിശ്ചയിച്ച സമയം നിനക്ക് നീട്ടിത്തരും, എഴുതിത്തരും. പ്രൈസ് ദി ലോർഡ്. നീട്ടിത്തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? എന്തു ചെയ്യണം? ഇന്ന് ഈ ലോകത്തിൽ പാപം കൊണ്ട് നിറഞ്ഞ, വക്രത നിറഞ്ഞ, ലോകമോഹങ്ങളിൽ, ജഡീക താല്പര്യങ്ങളിൽ, പണത്തിൻ്റെ ആസക്തിയിൽ കഴിഞ്ഞ് ജീവിക്കുന്ന ഈ ലോകത്ത് നീ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു കുറ്റമറ്റ വിശുദ്ധ വിശ്വാസ ജീവിതം നയിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, എപ്പോഴും ദൈവത്തിന് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുവാൻ തയ്യാറാണെങ്കിൽ, അതാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മുടെ സാക്ഷ്യ ജീവിതമാണ് അവിടെ വിലപ്പോകുന്നത്. ദൈവം വിലയായിട്ടെടുക്കുന്നത്, കാര്യമായി പരിഗണിക്കുന്നത് ഇതാ. ഒരു ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. കാര്യവാനും സ്നേഹിതമായ നല്ല ദൈവമേ കർത്താവേ, മരണത്തെക്കുറിച്ച് ഭാരപ്പെടുന്ന, വേദനിക്കുന്ന, അന്താളിച്ചു നിൽക്കുന്ന, രോഗികളായിരിക്കുന്ന ഈ വ്യക്തികളെ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവേ, ഇവരെ നീ ഏറ്റെടുക്കണമേ. പ്രിയമുള്ളവരെ, നിങ്ങളെ ഓരോരുത്തരെയും, നിങ്ങളുടെ കുടുംബത്തെയും, അല്ലെങ്കിൽ മരണത്തോട് അടുത്തു കഴിയുന്ന വ്യക്തികളെ ഒക്കെ ഈശോയുടെ പക്കലേക്ക് ഇരു കരങ്ങളിലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഈ മക്കളുടെ മേല്, ഇവരുടെ കുടുംബങ്ങളുടെ മേല്, ദേശത്തിന്റെ മേല് നിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മരണഭയം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗപീഠകളിൽ നിന്ന് ഇവർ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണം മാറിപ്പോകട്ടെ. ഡോക്ടർമാർ നിശ്ചയിച്ചിട്ടുള്ള മരണം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഡോക്ടർമാർ വിധി എഴുതിയ മരണങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. രോഗപീഠകൾ മാറട്ടെ, ക്യാൻസർ രോഗങ്ങൾ മാറട്ടെ, ട്യൂമർ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ അസാധ്യങ്ങൾ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മരണത്തെക്കുറിച്ച് ഓർത്ത് കരയുന്ന ഈ മക്കളെ കണ്ണുനീര് കാണണമേ. രോഗപീഠയാൽ കഴിയുന്ന ഇവരുടെ പ്രിയപ്പെട്ടവരെ കണ്ണുനീര് നീ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ പ്രാർത്ഥിക്കുന്നു. മറുപടി കൊടുക്കണമേ കർത്താവേ. ദീർഘായുസ് യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ, ഇവരുടെ കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വിശുദ്ധ ജീവിതം
ഒരു വിശ്വാസ ജീവിതം, അങ്ങയുടെ മുമ്പിൽ വിശ്വസ്തത നിറഞ്ഞ കർത്താവേ കുറ്റമറ്റ ഒരു ജീവിതം നയിക്കുവാൻ, ഒരു വ്യാപരിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ ഇവിടെ മേൽ നിറയ്ക്കണമേ. അത്യുന്നതന്റെ ശക്തി ഇവിടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ മേൽ നിറഞ്ഞ അതേ കൃപ കൊണ്ട് ഈ മക്കളും നിറയുവാനായിട്ട്, അങ്ങനെ അസാധ്യങ്ങള് സാധ്യമാക്കാൻ തക്ക വിധമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവർ നിറയപ്പെടട്ടെ, നിറയപ്പെടട്ടെ, നയിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. പ്രാർത്ഥന കേട്ടവരെ അനുഗ്രഹിച്ച കർത്താവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ആമേ മാതാവേ, ഈ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.